എനിക്ക് 3 മക്കളാണ്. 3 പേരും പ്രായപൂർത്തിയായി കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. അതിൽ 2 പേര് നാട്ടിലാണ് വളർന്നത്. മൂന്നാമതൊരു മകൾ ഇവിടെ വന്നതിന് ശേഷമാണ്. ഞങ്ങളിവിടെ 36 വർഷമായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ മകൾക്ക് 30 വയസ്സായി. മകൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ മകളുണ്ടായത്, സബ. മൂത്ത മകൾ അലീഷ, രണ്ടാമത്തെ മകൾ സിഹാം. അവരൊക്കെ നാട്ടിൽ നിന്ന് ജനിച്ച് ഇവിടെ വന്നവരാണ്. അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതിലും കൂടുതലായിട്ട് എനിക്കിപ്പോൾ 5 പേരക്കുട്ടികളുണ്ട്. അലീഷയ്ക്ക് 3 മക്കളും സിഹാമിന് 2 കുട്ടികളും. സബ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കുട്ടികളായിട്ടില്ല. 1 വർഷം മുമ്പാണ് കല്യാണം കഴിഞ്ഞത്. ഈ 5 കുട്ടികൾക്ക് നാടുമായുള്ളൊരു ബന്ധം, പേരക്കുട്ടികൾക്ക് നാടുമായുള്ളൊരു ബന്ധം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് വളരെ ഖേദകരമായിട്ട് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. നാമൊക്കെ ഇവിടെ വന്ന 25 വർഷം, ഈ 35 വർഷം അഭേദ്യമായ ബന്ധം നാടുമായി ഉണ്ടായിട്ടുണ്ട്, കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മക്കളും ഒക്കെ ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള ഒരു തലമുറ, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ മക്കൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്കൊക്കെ കേരളവുമായിട്ടുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ടോ, നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നാം കാണുന്നുണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി വിച്ച് വി ഹാവ് ടു അക്സെപ്റ്റ്. വി നോ ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻഡ് ഇൻ USA, this has happened in Europe, and we never thought that this is going to happen in Gulf because we are so close to Kerala and we had the access to go there. And as we don't get passport and we don't remain here, we always thought that we'll be connected with Kerala, but that's changing. I must tell you that on my personal experience, and I'm sure that that's the experience of many of the youngsters who have children here, they are losing that touch with their country. That's the place where such a function, such a paper comes into the existence. Every day, something which is happening in Kerala being brought to the people here by Madhyamam as well as Media One connects the homes and the people with our state. That's one of the best things which can happen, and that is what's happening. അതേപോലെ തന്നെ ഈ കമോൺ കേരളയും ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, ഒരു വർഷത്തിൽ 1 പ്രാവശ്യമാണെങ്കിലും കേരളത്തിനെ ഇവിടുത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ കേരളവുമായിട്ടുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു പരിപാടി കൊണ്ട് കഴിയുന്നുണ്ട്. തലമുറകളായി മുന്നോട്ട് നോക്കുമ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിരിക്കും. അല്ലെങ്കിൽ 5, 10, 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളൊക്കെ ഇവിടെ ഇന്ത്യയുമായും കേരളവുമായും ഒരു ബന്ധവുമില്ലാത്തൊരു സ്ഥിതിയിൽ എത്തിച്ചേരും. അത് എത്തിച്ചേരാതിരിക്കട്ടെ. അതിനുവേണ്ടി മാധ്യമവും അതേപോലെ തന്നെ മറ്റു മാധ്യമങ്ങളും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.